ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ SSC GD SC MTS എന്നീ എക്സാമുകൾക്ക് വേണ്ടി കംപ്ലീറ്റ് മാത്സിന്റെ ഒരു ക്ലാസ് തുടങ്ങുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. SSC GD ലെവൽ SSC GD 2025 എക്സാം ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്, ഈ വർഷം തന്നെ ഉണ്ട്. അതുപോലെ SSC MTSന്റെ ഡേറ്റും ഈ വർഷം തന്നെ ഉണ്ട്. ഇപ്പോൾ 2025 നടക്കാൻ പോകുന്ന SSC GD 2025, SSC MTS 2025, അതുപോലെ നമുക്ക് റെയിൽവേയുടെ RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാം, അതുപോലെ NTPC എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള മാത്സ് ആയിരിക്കും ഈ ഒരു ബാച്ചിലൂടെ കംപ്ലീറ്റ് ആയിട്ട് തരാൻ പോകുന്നത്. ഇതിൽ CGL ലെവൽ മാത്സും ഉൾപ്പെടില്ല. കാര്യം CGL ലെവലിലുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്, CGL CHS ബാക്കി എക്സാമുകൾക്ക് വേണ്ടിയുള്ളത്. ഇപ്പോൾ ഈ SSC GD MTS എക്സാമുകളുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ MTSന്റെ ഓൾറെഡി ഒരു സ്ട്രാറ്റജി വീഡിയോ കഴിഞ്ഞ ആഴ്ച ഈ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഈ MTSന്റെ സിലബസ് മനസ്സിലായി കാണും. MTSന്റെ സിലബസിൽ നമുക്ക് അരിത്മെറ്റിക് മാത്സ് മാത്രമാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. സെയിം പോലെ തന്നെയാണ് SSC GDക്ക്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും സിലബസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അരിത്മെറ്റിക് മാത്സ് മാത്രം മതി, അഡ്വാൻസ്ഡ് മാത്സ് വേണ്ട. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിക്കും അരിത്മെറ്റിക് പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കവർ ചെയ്യാം. റെയിൽവേക്ക് വേണ്ടി സെപ്പറേറ്റ് റെയിൽവേയുടെ ക്ലാസ് ഉണ്ട്. ഓൾറെഡി റേഷ്യോ പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ചാപ്റ്റർ കഴിഞ്ഞതാണ്. അതെന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. റെയിൽവേയുടെ എക്സാമും ഈ വർഷം തന്നെ ഉണ്ട്, ജൂലൈയിൽ കാണും, NTPC കാണും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ലാസ് SC GD MTSന്റെ അരിത്മെറ്റിക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തീർത്തിരിക്കും. വേറെ ഒരു സ്ഥലത്തു നിന്നും നിങ്ങൾ ഇനി മാത്സിന്റെ ഈ ഒരു രണ്ട് ചാപ്റ്റേഴ്സിന് വേണ്ടി, ഈ രണ്ട് എക്സാമിനുകൾക്ക് വേണ്ടി, SC GDക്കും SC MTSനും വേണ്ടി നിങ്ങൾ ഇനി വേറെ ഒരു സ്ഥലത്തും എന്ത് ചെയ്യണ്ട, മാത്സ് നോക്കി പോകണ്ട. കംപ്ലീറ്റ് ആയിട്ടുള്ള മാത്സ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഈ ഇതിലെ മുന്നത്തെ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട്, ഏറ്റവും സെറ്റായിട്ട്, ഏറ്റവും ബേസ് ലെവൽ മുതൽ നമുക്ക് പഠിക്കാം. ബേസ് ലെവൽ മുതൽ പഠിച്ച് എല്ലാ ലെവലും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാം 20 ക്വസ്റ്റ്യൻ വന്നാൽ 20 അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 25 ക്വസ്റ്റ്യനും ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളെ സെറ്റാക്കുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കം മുതൽ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ഓരോ ക്ലാസ്സിൻ്റെയും ക്ലാസ് നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്, അതിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇപ്പോൾ ടെലിഗ്രാം ചാനലിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ ക്ലാസ് നോട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ക്ലാസ് നോട്ട് കിട്ടുമ്പോൾ ഉള്ള ഗുണം എന്താണ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ബുക്കിൽ ക്വസ്റ്റ്യൻസ് എഴുതേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് എഴുതിയായിരിക്കും ഒരുപാട് സമയം പോകുന്നത്. നിങ്ങളുടെ കൺസെപ്റ്റുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, ബുക്കിൽ എഴുതിയാൽ മതി. ബാക്കി ക്ലാസ് കാണാനിരിക്കുന്ന സമയത്ത് ഒരു റഫ് പേപ്പറും അതുപോലെ ഒരു പേനയും വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് കാണാനിരിക്കുക. അപ്പോൾ ചെയ്യാനുള്ള കാര്യം മാത്സ് ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ തരുന്ന വർക്കുകൾ അത് എന്ത് ചെയ്യണം, ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, നമ്മൾ ഈ ഒരു ബാച്ച് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു, ഏറ്റവും ബേസ് ലെവൽ മുതൽ പഠിക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ബേസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ SSC മാത്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ചില ആൾക്കാർ CGL ലെവലിൽ, ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അവർക്കും കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ബേസ് ഇല്ല എന്നുള്ള കാര്യം തന്നെ അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ഞാൻ വിചാരിച്ചു, ബേസ് മാത്രമായിട്ട് ഇപ്പോൾ തുടങ്ങുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, മാത്സിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഈ ഒരു MTSന്റെ സ്ട്രാറ്റജി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജി ചെയ്ത സമയത്ത് മനസ്സിലായി, MTSന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ബേസ് സിലബസ് ആണ്. അതിലെന്തുണ്ട്, അരിത്മെറ്റിക് പോർഷൻ മാത്രമേ ഉള്ളൂ, സെയിം ആസ് SSC GD. അപ്പോൾ വിചാരിച്ചു ഈ ബേസ് ലെവലിൽ ചെയ്യുന്ന കാര്യം ഈ ഒരു ബാച്ചിന്റെ കൂടെ അങ്ങ് ചെയ്താൽ എന്താണ്, അതാകുമ്പോൾ ഒരു എക്സാമിനെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും ബേസ് ലെവലിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും പറ്റും. എല്ലാ എക്സാമുകൾക്ക് പഠിക്കുന്നവർക്കും ബേസ് ഇല്ല എന്ന് പറയുന്നവർക്ക്. അപ്പം നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇനിഷ്യൽ ലെവലിൽ ബേസിക് ആയിട്ട് ഒരു 6 മാസം പഠിക്കാൻ നോക്കും. അതായത് എടുത്തിട്ട് എക്സും വൈയും ഒക്കെ ഇട്ട് നമ്മളങ്ങ് പഠിക്കും. ഞാൻ എല്ലാ എക്സാമിൻ്റെ കാര്യം പറയുകയാണ്. അപ്പം അങ്ങനെ പഠിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ലെവലിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ട്രിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ലെവലിലാണ് നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം എന്താണ്, നിങ്ങളുടെ ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഒരു 6 മാസം പറഞ്ഞ് ടൈം പൊക്കോണ്ടിരിക്കുവാണ്. ഇവിടെ പഠിക്കുന്ന ലെവലായിരിക്കത്തില്ല, അല്ല മെത്തേഡ് ആയിരിക്കത്തില്ല ഇവിടെ പഠിക്കുന്ന മെത്തേഡ് ആയിരിക്കത്തില്ല ഈ വലിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്താവും, ക്ലാഷ് ആവുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് നമ്മുടെ മാത്സ് സെറ്റ് ആവാതെ പോകുന്നത്. ഒരുപാട് പേർക്കുള്ള പ്രശ്നം. ആ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാഗ്നാമെന്റർ ചാനലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് നിറവേറ്റും. നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കണ്ടു പോവുക മാത്രം ചെയ്താൽ മതി. ഏകീല വെച്ച് എല്ലാം കണ്ടാൽ മതി. SC GD MTS പഠിക്കുന്നവർ ഇത് മാത്രം കണ്ടാൽ മതി. ഈ ഒരു ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതി. ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബൂസ്റ്റർ ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ബേസ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ബിഗിനർ ആയിട്ടുള്ളവർക്ക് ബേസ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സീരീസ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. എല്ലാ കാര്യങ്ങളും പറയും. ഇവിടെ ടൈമിന്റെ ഒരു പ്രശ്നമില്ല. എനിക്ക് നിങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചു തരണോ, എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം ക്ലാസ്സിൽ പറയാനും അതെല്ലാം സെറ്റായിട്ട് കൊണ്ടുപോകാനും പറ്റും. ഇപ്പോൾ ക്ഷമയോടെ പഠിക്കുക. ഇപ്പോൾ ക്ലാസ് നോട്ടിന്റെ കാര്യം പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ ഇനി മുന്നേ ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണിത്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ നിങ്ങളടുത്ത് പറയുന്ന കാര്യം നിങ്ങൾ ഇന്ന് മുതൽ അത് ഫോളോ ചെയ്യാത്തവർ ഇന്ന് മുതൽ ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത SCGD അല്ലെങ്കിൽ അടുത്ത എക്സാം വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മാത്സ് സെറ്റ് ആവും. ഫുൾ മാർക്കും വാങ്ങാനുള്ള കണ്ടന്റ് ഇവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് തരും. ഇപ്പോൾ ഒരുപാട് പേര് പറയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനൊന്നും വാല്യൂ ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ കണ്ടു നോക്കുക. അപ്പോൾ മനസ്സിലാവും ഈ ഒരു ക്ലാസ്സുകളുടെ വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡെഡിക്കേഷൻ അത്യാവശ്യമാണ്. ഡെഡിക്കേഷൻ വളരെ വളരെ അത്യാവശ്യമാണ്. ഡെഡിക്കേഷനോടെ എന്ത് ചെയ്യുക, പഠിക്കുക, എല്ലാം സെറ്റ് ആയിക്കോളും. നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. എല്ലാത്തിനും എന്ത് ചെയ്യും, സൊല്യൂഷൻ അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ടിന് സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. വേറെ ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് മാക്സിമം നിങ്ങൾക്കൊരു 3 ക്ലാസ് പെർ വീക്ക് തരാനാണ്. അപ്പം അതിൽ കൂടുതലും എൻ്റെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന ക്ലാസ്സുകളെല്ലാം, കാണുന്ന ക്ലാസ്സുകളെല്ലാം വൃത്തിയായിട്ട് റിവൈസും ചെയ്യുക. റിവിഷൻ ചെയ്യേണ്ട വീഡിയോ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ചാനലിൽ തന്നെ കാൽക്കുലേഷൻ, ഒരുപാട് പേര് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, കാൽക്കുലേഷൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് എക്സസൈസുകൾ പറഞ്ഞിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കാം. അപ്പോൾ ഈ ഒരു അരിത്തമെറ്റിക് മാത്രമുള്ള ഒരു സിലബസ് വരുന്ന എക്സാമുകളിൽ അല്ലെങ്കിൽ ബേസായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്പേഴ്സ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ മാത്രം തന്നെ ഒരു 4 ക്വസ്റ്റിനോളം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാം. നിങ്ങൾ ടൈം ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ GDക്കും MTSനും മാത്രം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 30 to 45 മിനിറ്റ് ഡെയിലി അതെടുക്കാം. അതെന്ത് ചെയ്യും, ഓരോ ദിവസവും എഴുതി അത് ടൈം അതിനെടുക്കുന്ന ടൈം കുറഞ്ഞു വരും. ഇപ്പോൾ കാൽക്കുലേഷൻ സ്പീഡിൻ്റെ വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ കമൻ്റായിട്ട് പിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോ എല്ലാം അത് കാണുക, ഡെയിലി അത് ചെയ്യുക. ജോലി എന്ന് കിട്ടുന്നോ, എന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ജോലി കിട്ടുന്നോ അന്ന് വരെ ഡെയിലി ഒരു ദിവസം പോലും മുടങ്ങാതെ എഴുതുക. ഒരു ദിവസം മുടങ്ങിയാൽ അടുത്ത ദിവസം അത് കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകും ജോലി കിട്ടുന്നവരെ. അതാണ് ഒന്നാമത്തെ കാര്യം കാൽക്കുലേഷൻ സ്പീഡിൻ്റെ. അപ്പോൾ ബാക്കിയൊന്നും ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്നും പറയുന്നില്ല. ബാക്കി നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കാൽക്കുലേഷൻ സ്പീഡിന് ഈ പറഞ്ഞ ഈ വീഡിയോ അത് കമൻറ്റിൽ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കൊടുക്കും. അതെന്ത് ചെയ്യുക, അത് മസ്റ്റായിട്ടും ഡെയിലി എഴുതുക. അതാണ് ഈ ഒരു ബാച്ച് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പറഞ്ഞു ക്ലാസ് നോട്ട് നിങ്ങൾക്ക് എങ്ങനെ തരും, ക്ലാസ് നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ക്ലാസ് കണ്ടിട്ട് അത് റിവൈസ് ചെയ്യും. പിന്നെ ആ റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ വീണ്ടും ക്ലാസ് എടുത്ത് കാണുക. അതാണ് ക്ലാസ് നോട്ടിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻസ് അല്ലാതെ കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നോട്ടായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇനിഷ്യലായിട്ട് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ നിന്നും അല്ലാതെ ചെയ്യാനുള്ളൂ. ഇത് നിങ്ങൾ ഡെയിലി ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ GDക്ക് ആകുമ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അത് നമ്മൾ 20 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ലെവലിൽ എന്ത് ചെയ്യും, തന്നെ നിങ്ങൾക്ക് MTSന് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 1 ആണ്. ഓക്കെ, ഇപ്പോൾ കാൽക്കുലേഷൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, ഇത് ലെവൽ 1 ആണ്. ലെവൽ 0യിൽ നിന്ന് നമ്മൾ എന്തായിരിക്കും തുടങ്ങുന്നത്, ഏറ്റവും ബേസ് ആയിട്ട്. ഇപ്പോൾ ഒരു SSC അല്ലെങ്കിൽ RRB, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർ, 10th ക്ലാസ് ജസ്റ്റ് കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പഠിക്കാത്ത, അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ നോക്കാത്ത ഒരാൾ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 10th ക്ലാസ് കഴിഞ്ഞ് വരുന്ന അത്ര ബേസ് മുതൽ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ആ ബേസ് ഒന്ന് സെറ്റാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിക്സിലോട്ട് കിടക്കും. ഇപ്പോൾ ടോപ്പിക്സിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വെച്ചിട്ടുള്ള ടോപ്പിക്കായിരിക്കും, അതായത് എക്സ്പ്ലനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. കൺസെപ്റ്റുകൾ ഏകദേശം 14 to 15 ടോപ്പിക്കാണ് നമുക്കുള്ളത്. എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ രണ്ടാമത് ഈ ഒരു സീരീസിൻ്റെ, ഒരു ക്ലാസ് സീരീസിൻ്റെ ലെവൽ എന്ന് പറഞ്ഞത്, നിങ്ങൾ പല ലെവൽസ് അർജുന ബാച്ച് കണ്ടു, അത് SSCയുടെ എല്ലാ എക്സാമുകൾക്കും ഉണ്ട്. ലെവൽ ബാച്ച് ഉണ്ട്, എല്ലാ എക്സാമുകൾക്കും ഉണ്ട്. റെയിൽവേറെ കണ്ടു, NTPC ഗ്രൂപ്പ് D ലെവലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ GD ലെവൽ അല്ലെങ്കിൽ MTS ലെവലായിരിക്കും. 10th ലെവലിലുള്ള സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം, ആ ലെവലിൽ മാത്രമേ പോകത്തുള്ളൂ. ഒരുപാട് ഡീപ്പ് ഹൈ ആയിട്ട് പോകത്തില്ല. എൻ്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ആ കാൽക്കുലേഷൻ എക്സസൈസ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് 1 മുതൽ 25 വരെയുള്ളെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ 1 മുതൽ ഏകദേശം നിങ്ങളൊരു 30 വരെയുള്ള സ്ക്വയർ പഠിക്കും.
സ്ക്വയർ പഠിക്കണം, ക്യൂബ് പഠിക്കണം, അതെല്ലാം അവിടെ പറയുന്നുണ്ട്. അത് അതുപോലെ എന്ത് ചെയ്യാം ചെയ്യും. റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ മാത്സ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്കൂളിലെ മാത്സും ഇപ്പോഴത്തെ മാത്സും തമ്മിൽ എന്താ വ്യത്യാസം? സ്കൂളിലെ മാത്സിൽ നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു? സ്കൂളിലെ മാത്സിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ എല്ലാം റൈറ്റ് ചെയ്യുക, അതായത് എഴുത്ത് കൂടുന്നുണ്ട്, അല്ലെ സ്റ്റെപ്പിനായിരുന്നു എന്തെന്ന് മാർക്ക് എന്ന് പറയുന്നത്, സ്റ്റെപ്പിനായിരുന്നു മാർക്കുള്ളത്. ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പിന് ഒരാവശ്യമില്ല. നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്റ്റെപ്പിന് എന്തില്ല, മാർക്കില്ല. നമ്മളുടെ ഫൈനൽ ആൻസറിനാണ് അവിടെ മാർക്ക് വരുന്നത്. ഫൈനൽ ആൻസറിനാണ് എന്ത് വരുന്നത്, മാർക്ക് വരുന്നത്. അതുപോലെ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല. കുറച്ച് ദിവസം തെറ്റിപ്പോയാലും അതിന് മാർക്കില്ലെന്നേ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പിന്നെ സ്കൂളിലെ ഇതുമായിട്ട് വ്യത്യാസം എന്തായിരുന്നു? കോമ്പറ്റീഷൻ അവിടെ എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ ജസ്റ്റ് കട്ട് ഓഫ് പാസ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ജയിച്ചാലും മതിയായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ജസ്റ്റ് ജയിച്ചാലും കാര്യമില്ല. നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേരാണ്, ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന CSF ഒക്കെ കിട്ടണം എന്നുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല പോസ്റ്റുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കിട്ടണം, MTS ആയിട്ട് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നല്ല മാർക്ക് വാങ്ങേണ്ടി വരും. CGL ലെവലിൽ പഠിക്കുന്നവരോട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് 20 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറൊരു പ്രശ്നമില്ല. 20 ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ല. അപ്പൊ അതിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ് ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു, നിങ്ങളൊന്നും അറിയില്ല, പഠിച്ചു വന്ന ആൾക്കാരാണ്, ഒന്നും അറിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്പേഴ്സിനെ അറിയണം. നമ്പേഴ്സിനെ അറിയാൻ ഏറ്റവും ബെസ്റ്റ് വഴിയാണ് നിങ്ങൾ ടേബിൾ പഠിക്കുന്നതും ആ ഒരു കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പഠിക്കുന്നത്. അത് ആ കാൽക്കുലേഷൻ്റെ എക്സസൈസ് വീഡിയോയിലുണ്ട്. അത് സമാധാനമായിട്ട് ആദ്യം ഒരു 2 മണിക്കൂർ എടുത്തോട്ടെ, കുഴപ്പമില്ല. അത് നിങ്ങളുടെ തുടക്കമാണ്, തുടങ്ങുന്നവരടുത്ത് ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതെടുത്തോട്ടെ, സമയം എടുത്തോട്ടെ. അത് ഒരു 3 ദിവസം നിങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്പേഴ്സിൻ്റെ ഒരു കളി എന്താണ്. നമ്പേഴ്സ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പോകാൻ തുടങ്ങും. അത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അത് സമയം എടുത്തോട്ടെ, അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. ദിവസം ഒരു മാക്സിമം 45 മിനിറ്റ്, അതിൽ കൂടുതൽ കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് എന്താണെന്ന് അറിയാം, കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയണം. ഇപ്പം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ മുതലുണ്ട്? നമ്മളുടെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ വേറെ പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയുകയാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ മുതലാണ്? എണ്ണൽ സംഖ്യ 1, 2, 3, 4, അങ്ങനെ 5, അങ്ങനെ എത്ര വരെ പോകും? ഇൻഫിനിറ്റി വരെ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് നമ്പേഴ്സ് പോകും. ഇപ്പൊ 0 കൂടെ വരുമ്പോൾ എന്താവും? അത് അതിനെ നമ്മൾ ഇതുകൂടെ ചേരുമ്പോൾ നമ്മൾ അതിനെ വോൾ നമ്പർ, പൂർണ്ണ സംഖ്യ, വോൾ നമ്പർ എന്ന് പറയും. ഇനി ഇവിടെ -1 ഉണ്ട്, -2 ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാ, ബാക്കിലോട്ടാണ്. -1, -2, -3, യെസ്, -4, -5, അങ്ങനെ അങ്ങനെ പോകുന്നത്. ഇതിനെയാണ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്ത് പറയും? ഇത് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, ഇത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അതൊക്കെ നമ്മൾ നമ്പർ സിസ്റ്റം പഠിക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് റാഷണൽ നമ്പർ ഉണ്ട്. നമ്മൾ ഈ ഫ്രാക്ഷൻ എന്ന് പറയും. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയും. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ വരുന്നത്. അതായത് എല്ലാ നമ്പേഴ്സിന്റെ അടിയിൽ എന്തുണ്ട്? ഇപ്പോൾ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ 1/1 ഉണ്ട്, 0 എഴുതി കഴിഞ്ഞാൽ 0/1 ഉണ്ട്, 2/1 ഉണ്ട്. എല്ലാത്തിന്റെ അടിയിൽ എന്തുണ്ട്? ഒരു ഓട്ടോമാറ്റിക്കലി ഒരു 1 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ഇനി 1 അല്ല ന്യൂമറേറ്ററിൽ വരുന്നത്, ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇതിനാണ് നമ്മൾ ഈ താഴെ എഴുതുന്നത്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഈ മേളിൽ എഴുതുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ന്യൂമറേറ്റർ അംശവും ഛേദവും എന്ന് പറയും. ഇത് അംശമാണ്, ഇത് ഛേദമാണ്, മലയാളത്തിൽ അങ്ങനെ പറയും. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ 2/3 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? 3ൽ 2 പാർട്ട്. 3ൽ 2 പാർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് പറയാം. ഇപ്പൊ ഒരു കേക്ക് ആണെങ്കിൽ അതിന് ഞാൻ ഓക്കെ, ഇവിടെ 4 ആയിക്കോട്ടെ, 4ൽ 2 പാർട്ട്. 4ൽ ഫിഗർ വരയ്ക്കാനുള്ള എളുപ്പത്തിന് 3/4 ആന്ന് വെച്ചു. അപ്പൊ 4 ഉള്ളതിൽ 3 പാർട്ട്, അതായത് ഈ ഒരു പോർഷൻ. അപ്പൊ 4ൽ 3 എണ്ണം. പിന്നെ ഇങ്ങനെ വേണമെങ്കിലും എനിക്ക് പിക്ചോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്, P/Q ഫോം. അല്ലെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയും. അതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഫ്രാക്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഫുൾ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? 3ൽ 4 ഉണ്ട്, അതെന്താവണം? 4ൽ 4 ആവും. അല്ലെ, ഇതിന്റെ കൂടെ 1/4 ഒരു 4ൽ ഒന്നുകൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 4ൽ ഒന്നുകൂടെ ആഡ് ചെയ്ത് എന്താവും? അത് 4/4 ആവും. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. അപ്പോൾ ഫ്രാക്ഷന്റെ മാക്സിമം വാല്യൂ എന്താണ്?
1 ഒന്നിലോട്ട് എത്താൻ വേണ്ടിയാണ് അത് ശ്രമിക്കുന്നത്. ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നിനെ എന്ത് ചെയ്യുകയാണ് നമ്മൾ മാക്സിമം വാല്യൂ, സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ലെവൽ. ഓക്കെ, അപ്പൊ ഇവിടെ 39/19 ഇങ്ങനെ ഒരു വാല്യൂ ആണെങ്കിലോ 39 19 എത്ര വട്ടം? ഇതിന്റെ മാക്സിമം വാല്യൂ എത്ര തന്നെയാണ്? 19 39 നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യണം? ചെറുതാക്കണം. 19 2 38 അല്ലെ? 19 × 2 38. അത് നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. 19 2 38. അധികം എത്ര വരും? 1 വരും. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 19 ഡിവൈഡ് ചെയ്യും. ബാക്കി എത്ര ഉള്ളത്? 1/19. 2 വട്ടം കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇപ്പൊ കേക്ക് ആണെങ്കിൽ 19 പാർട്ടുള്ള 2 കേക്ക് കഴിഞ്ഞു. ഇനി അടുത്ത 19 പാർട്ടിൽ ഒരു പാർട്ടേ എന്തുള്ളൂ ബാക്കിയുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലോട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രാക്ഷൻ തുടങ്ങി. അങ്ങനെ നമ്പേഴ്സിന്റെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിക്കും. ഇനി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതെല്ലാം എങ്ങനെ ചെയ്യും? ഗുണിക്കുന്നത് എങ്ങനെ, ഹരിക്കുന്നത് എങ്ങനെ, കൂട്ടുന്നത് എങ്ങനെ, കുറയ്ക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അഡീഷനിലോട്ട് പോകാം. നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഓരോ നമ്പറും സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ സ്പീഡിന്റെ എക്സസൈസ് കാണുമ്പോൾ ഓരോ നമ്പർ കൂട്ടുന്നത് എങ്ങനെയാണ്, കുറയ്ക്കുന്നത് എങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 35 അധികം 42 കൂട്ടണം. 35 എനിക്ക് എന്ത് വേണം? 42 കൂട്ടണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 35 അവിടെ ഉണ്ട്. 35 ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ 40 കൂട്ടി. 35 40 എത്രയാണ്? 45 55 65 75. പിന്നെ ആ 2 കൂടെ ചേർത്ത് 77. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ആദ്യമൊക്കെ പ്രയാസമായിരിക്കും, കൂട്ടാനൊക്കെ നല്ല പ്രയാസമായിരിക്കും. എഴുതി കൂട്ടും. 35 അധികം 42 5 2 7 4 3 7. ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. അത് മാറ്റണം. അത് മൈൻഡിൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിച്ച് ചെയ്യണം. ആദ്യം സമയം എടുത്തോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു എക്സസൈസ് കൂടെ ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ് ആകുമ്പോൾ എന്താവാൻ പറ്റും? നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. ഈ 2 അധികം 2 അധികം 2 അധികം 2 അധികം 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 4 6. കണ്ടോ, ഞാൻ ഇങ്ങനെയല്ല പറയുന്നത്. 2 2 4 4 2 6 6 2 8 8 2 10. ഇത് നിങ്ങൾ എന്ത് ചെയ്യും? സ്ലോ ആക്കും. നിങ്ങൾ ഇങ്ങനെ കൂട്ടി നോക്ക്. 2 ഇവിടെ ഉണ്ട്. ഓൾറെഡി 2 സ്റ്റാർട്ട് ചെയ്തു. 4 6 8 10. അപ്പൊ ഇവിടെ 2 5 വട്ടം നമ്മൾ കൂട്ടുവാണ്. അപ്പൊ ഇതേ സാധനത്തെ തന്നെ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷനെ കുറച്ചൊന്ന് ഈസി ആക്കും. അത് ഒരുപാട് നമ്പേഴ്സ് ഒരുപോലെ ആഡ് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് പറഞ്ഞാൽ മതി? 2നെ 5 വട്ടം എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഈ കൂട്ടുന്ന ഇതേ അഡീഷൻ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നിങ്ങളുടെ അഡീഷൻ എത്രത്തോളം ഫാസ്റ്റ് ആണ് അത്രത്തോളം നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്താക്കാൻ പറ്റും? ഫാസ്റ്റ് ആക്കാൻ പറ്റും. 2 × 5 എത്രയാണ്? 10 നമുക്ക് പറയാം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടേബിൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേബിൾ അറിഞ്ഞിരിക്കണം. ടേബിൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരാഴ്ച എഴുതുമ്പോൾ നിങ്ങൾ ഇത് കാണാതെ പഠിക്കും ടേബിൾ, അല്ലെങ്കിൽ 2 ആഴ്ച എഴുതുമ്പോൾ. ആദ്യം എവിടെയെങ്കിലും നോക്കി എഴുതിയാൽ മതി. പഠിക്കാൻ നോക്കണം. കാണാതെ പഠിക്കാൻ തന്നെ നോക്കണം. കാണാതെ തന്നെ പഠിക്കണം. ടേബിൾ കാണാതെ പഠിക്കുമ്പോൾ ഒരിക്കലും നിർത്തരുത്. എനിക്ക് ടേബിൾ അറിയാം എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. അത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. എത്ര അറിയാമെന്ന് പറഞ്ഞാലും ഏത് ലെവലുള്ളവരാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഒരുപാട് നിങ്ങൾ ഏത് എക്സാം എഴുതിയാലും നിങ്ങൾക്ക് അതിൽ ഒരു അപ്പർ എഡ്ജ് തരും. ടേബിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ഒരു മിനിറ്റ്. ടേബിൾ അറിഞ്ഞിരിക്കണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇപ്പൊ എനിക്ക് 13നെ 5 കൊണ്ട് ഗുണിക്കണം. എങ്ങനെ ഗുണിക്കാം? 10 × 5. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. 10 5 50. 13നെ എനിക്ക് ഇൻറ്റു 5 ആണ്. 10 അധികം 3 എന്ന് എഴുതാം. ഇൻറ്റു 5 എന്ന് എഴുതാം. 10 × 5 50. 3 × 5 15. എത്ര വരും? 65 എന്ന് എനിക്ക് പറയാം. 13 5 എത്രയാണ്? 65. അപ്പൊ ഇങ്ങനത്തുള്ള ചെറിയ മൾട്ടിപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഈ ഒരു ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ പഠിച്ചോളൂ. അത് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുവാണ്. ചെറിയ മൾട്ടിപ്ലിക്കേഷൻസ്. ഇനി നമ്മൾ വലിയ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. വലിയ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഇപ്പൊ എനിക്ക് 12നെ 13 കൊണ്ട് ഗുണിക്കണം. 27നെ 8 കൊണ്ട് ഗുണിക്കണം. 32നെ 12 കൊണ്ട് ഗുണിക്കണം. 389നെ എനിക്ക് 17 കൊണ്ട് ഗുണിക്കണം. യെസ്. ഇപ്പൊ എങ്ങനെ നമുക്ക് ഗുണിക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഒന്ന് ചെയ്തെന്ന് പറയാൻ പറ്റും നോക്കി.
യെസ്. അപ്പൊ ഈ 12 13 പിടിക്കാൻ എനിക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന് നമ്മളിപ്പോ പറഞ്ഞതുപോലെ എനിക്ക് എങ്ങനെ എഴുതാം? 12 ഗുണം 13 ഞാൻ 12 അധികം 1 എഴുതി. അങ്ങനെ എനിക്ക് ചെയ്യാം. 12 ഗുണം 12 144, 12 അധികം 1 12, എനിക്ക് 156 എന്ന് പറയാം. അപ്പൊ അത് നിങ്ങൾ എത്രത്തോളം ഈ ഒരു നമ്പേഴ്സുമായിട്ട് പരിചയപ്പെട്ടിരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്പീഡ് ആയിരിക്കത്തില്ല, ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആ കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് മെത്തേഡ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ പിന്നെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിങ്ങൾ കമ്പയർ ചെയ്യും. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടുള്ളവരൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടാണോ ജോലി കിട്ടിയത്? ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചാണ്. പണ്ടുള്ളവർ അങ്ങനെയല്ല, പക്ഷെ ഇപ്പോൾ ഉള്ളവർ ഇങ്ങനെ പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. അത്ര ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നവരുടെ കൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അന്ന് ആരും ഇല്ലായിരുന്നു നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക, ആർക്കും അറിയില്ല, ബുക്ക് എടുത്ത് വായിക്കത്തുള്ളതാണ്. ഇന്ന് അതല്ല സ്ഥിതി. അപ്പൊ അത് ആ ഒരു സത്യം മനസ്സിലാക്കാം. അപ്പൊ ഇതിനെ എനിക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാം? 13 കൊണ്ട് 2 നമുക്കറിയാം. ഓരോ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് പഠിക്കുന്നത് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാനാണ്. ഇപ്പൊ 13 ഞാൻ ഏറ്റവും ചെറിയ ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ നമ്പർ എടുക്കും. ചെറിയ നമ്പർ ഇവിടെ 12 ആണ്. ഓൾറെഡി ഞാൻ ഇത് നമ്മുടെ ചാനലിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ക്ലാസ്സിലെ എല്ലാ ബേസും പറയുന്നതായിരിക്കും. അപ്പൊ 12 ഗുണം 13. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഞാൻ റാൻഡം ആയിട്ട് പറയുന്നതാണ്, പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ 12 വേറൊരു സ്ഥലത്തും പിന്നെ ബേസിന് വേണ്ടി നിങ്ങൾ പോകേണ്ടി വരത്തില്ല. അപ്പൊ 12 ഗുണം 13 ചെയ്യുമ്പോൾ ചെറിയ നമ്പർ എടുത്തു, എന്നിട്ട് വലിയ നമ്പറിന്റെ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 12 ഗുണം 3, 12 ഗുണം 3, 12 3 36 ആണ്. ഇത് നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ പഠിക്കും. അപ്പൊ 12 ഗുണം 3 36, 36 ഞാൻ 6 എഴുതി, 36 6 എഴുതി. ശിഷ്ടം എത്രയാണ്? 3 ആണ്. ഇനി 12 ഗുണം അടുത്ത നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 12 ഗുണം 1, 12 ഗുണം 1 12 ആണ്. ആ 12 കൂടെ എന്ത് ചെയ്യണം? നമുക്ക് നേരത്തെ ഉള്ള ശിഷ്ടം 3 കൂടെ കൂട്ടി 15 ആണ്. ആ 15 എടുത്തങ്ങ് എഴുതും, 156. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഒരു സ്റ്റെപ്പിൽ ചെയ്യാം. പണ്ട് എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? 12 ഗുണം 13. ഇപ്പൊ നിങ്ങൾ കുറെ പേര് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. 12 ഗുണം 13 എങ്ങനെ എഴുതുന്നത്? 3 2 6, 3 3 3, 1 2 2, 1 1 1, 6 എഴുതി, 3 2 5 എഴുതി, 156. എല്ലായിടത്തും ആൻസർ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. പക്ഷെ ഇത് എടുക്കുന്ന സമയം, ടൈമാണ് നമ്മളുടെ എല്ലാം. അല്ലെങ്കിൽ വേറൊരു കാര്യം, ടൈമും ഒരു കാര്യമാണ്, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം, ഒരു ക്വസ്റ്റ്യൻസ്, ഇപ്പൊ 20 ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിനുണ്ട്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തെ 20 ക്വസ്റ്റ്യൻ എടുക്കാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലാതെ ഒരു കേസ് 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് GDക്ക് സമയം ഉണ്ട്, അതുകൊണ്ട് മാത്സ് സമയം എടുത്ത് ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. 20 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് 30 മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത്, ഇപ്പോൾ പഠിക്കുന്ന ലെവൽ അനുസരിച്ച്. അപ്പോൾ ഈ ഒരു ലെവലാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എത്ര മോക്ക് ടെസ്റ്റ് എടുക്കും? 2 മോക്ക് ടെസ്റ്റ് മാക്സിമം എടുക്കും. ഇങ്ങനെയാണെങ്കിലോ ഈ ഒരു ലെവലോട് നിങ്ങൾ എത്തിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് എത്ര മോക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റും? ഇവിടെ 2 മോക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് 60 മിനിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു മിനിമം 6 ഞാൻ പറഞ്ഞില്ല, 5 എണ്ണമെങ്കിലും മിനിമം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അത് എന്ത് ചെയ്യും? നിങ്ങളിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കും. അത് ബാക്കിയുള്ളവരുമായിട്ട് നിങ്ങളൊരു ചേഞ്ച് ഉണ്ടാക്കും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇത് ആരും പറഞ്ഞു തരത്തില്ല നമുക്ക്. ഇത് പ്രിപ്പറേഷനിൽ ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ഇപ്പോഴല്ല, അവസാനം അറിയുന്നത്, ജോലി കിട്ടുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. അപ്പൊ ഇത് സെറ്റാക്കാനും ഈ കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇവിടെ എനിക്ക് 27 ഗുണം 8, 27 ഗുണം 8 എനിക്ക് 2 രീതി ചെയ്യാം. 27 ഞാൻ 20 അധികം 7 എന്ന് എഴുതി, ഇൻറ്റു 8 എന്ന് എഴുതി. അല്ലെങ്കിൽ എനിക്ക് 8 എനിക്ക് 27 ഇൻറ്റു 8 എനിക്ക് 10 മൈനസ് 2 എന്ന് എഴുതി. എങ്ങനെയാണെങ്കിലും എഴുതാം. അപ്പൊ ഇതിനെ ചെയ്യുമ്പോൾ 20 ഗുണം 8 160, 2 8 16 ആണ്, ഒരു 0 ഇട്ട് കൊടുക്കുക. 160 അധികം 8 ഗുണം 7 56, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 27 ഗുണം 10 270 മൈനസ് 27 ഗുണം 2 54, ഇങ്ങനെ എഴുതാം. രണ്ട് സെയിം തന്നെ, 20 160 56, 160 കൂടെ 50 കൂടുന്നു. ഇതെല്ലാം ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത് എക്സസൈസിന്റെ ഇമ്പോർട്ടൻറ്റ്. 160 50, 170 180 190 200 210 6 216. നിങ്ങൾ കണ്ടോ ലാസ്റ്റ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രോ ആവുന്നു. അടുത്ത മീറ്റിംഗിന്റെ ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേഷനിൽ എത്രത്തോളം സെറ്റ് ആവുന്നു ഞാൻ കാണിച്ചു തരാം. ഇവിടെ 270 മൈനസ് 57, 270 നിന്ന് 50 കുറയ്ക്കാം, 220 അല്ലെ? 270 നിന്ന് 27 5 കുറച്ചാൽ 22. പിന്നെ എന്ത് ചെയ്യണം? 220 ആയി, അതിൽ നിന്ന് ഒരു 4 കൂടെ കുറയ്ക്കുക, 216. അല്ലെങ്കിൽ നിങ്ങൾ കുറയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം സെപ്പറേറ്റ്. 216 ഇങ്ങനെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ചെറിയ നമ്പർ എടുത്തു, മൂന്നാമത്തെ വഴി ചെറിയ നമ്പർ എടുത്തു. ഇങ്ങനെ ചെയ്യുന്നവരും കാണും. 27 ഗുണം 8, 8 7 56 5, 8 2 16 5 21. ഇങ്ങനെ ചെയ്ത് ഒരു നമ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇത്ര എഴുതി. ഡയറക്റ്റ് ചെയ്യുന്ന ഇങ്ങനെ 8 7 56 ചെറിയ നമ്പർ എടുത്തു, വലിയ നമ്പറിന്റെ യൂണിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8 ഗുണം 7 56 6. ശിഷ്ടം എത്രയാണ്? ശിഷ്ടം 5 ആണ്. പിന്നെ 8 ഗുണം 2 16, 16 5 21. ഒറ്റ ലൈനിൽ, 1 ലൈനിൽ എന്ത് ചെയ്തു? സൊല്യൂഷൻ. 1 ലൈനിൽ സൊല്യൂഷൻ.
ഇനി 32 ഗുണം 12 രണ്ട് രീതി ചെയ്യാം. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്ക്. 32 ഗുണം 12 30 + 2 അധികം ഇൻറ്റു 12. അതേപോലെ 12 എനിക്ക് 32 ഗുണം 10 അധികം 2 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തൂടെ? ഇങ്ങനെ എഴുതുന്നവർ കാണും. 32 ഗുണം 12 2 2 4 3 2 6 1 2 2 1 3 3 എല്ലാവർക്കും അറിയാം 4 8 3 386. ഇങ്ങനെ എഴുതുന്നവർ ഇനി അത് നിർത്തിയേക്കാം. ഈ ഒരു വഴി നമുക്ക് വേണ്ട. ഡയറക്റ്റ് ചെയ്യാം. എങ്ങനെയാ? 12 എങ്ങനെ ചെയ്യാം? ചെറിയ നമ്പർ എടുക്കുക 12. അതിനെ എന്ത് ചെയ്യുക? വലിയ നമ്പറിന്റെ യൂണിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 12 2 24 4 ശിഷ്ടം 2. അടുത്ത 12 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 12 3 36 36 2 38. ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഇനി ഇത് 389 ഇൻറ്റു 17. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ ഏത് വഴി ചെയ്താലും ഫസ്റ്റ് വഴി ചെയ്തു 389 എനിക്ക് 300 അധികം 89 ഇങ്ങനെ എഴുതിയാലും കാൽക്കുലേഷൻ ആണ്. ഇൻറ്റു 17 ചെയ്താൽ 17 ഗുണം 89. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 17 3 51 2 0 ഇട്ടാൽ ഇത് നിങ്ങൾക്ക് എന്തായിരിക്കും പ്രയാസം? അല്ലെങ്കിൽ 17 10 + 7 എഴുതി അവിടെയും പ്രയാസമായിരിക്കും. ഒരു 7 ഗുണം 389 ചെയ്യണം. ഇനി മറ്റേ രീതി ചെയ്താൽ 389 ഗുണം 17 7 9 63 ശിഷ്ടം 6 56 6 62 2 ശിഷ്ടം 6 21 6 27 7 21 6 27 പിന്നെ 1 9 9 1 8 8 1 3 3 ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ കുറെ സ്ഥലത്ത് കാണും വേദിക് മാത്സ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. 2 ഡിജിറ്റിന്റെ 2 ഡിജിറ്റിന് ഒരു ട്രിക്ക്, 3 ഡിജിറ്റിന്റെ 3 ഡിജിറ്റിന് വേറെ ട്രിക്ക്. അത് ഒരിക്കലും നിങ്ങൾ പഠിക്കാൻ പോകും. അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ എക്സാമിന് അവിടെ പോയി ചെയ്യത്തില്ല. നമ്മുടെ എക്സാമിന് വേണ്ടുന്നത് ഈ ഒരു കാൽക്കുലേഷൻ രീതിയാണ്. ഈ ഒരു രീതി പോയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എക്സാമിൽ സെറ്റായിട്ട് എഴുതാൻ പറ്റൂ. നമ്മൾ പഠിച്ചു വന്നൊരു രീതിയുണ്ട്. നമ്മൾ വേദിക് മാത്സ് ലെവലിലല്ല നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നത്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് എത്ര സ്പീഡ് കൂട്ടാമോ അതായിരിക്കും നിങ്ങളെ എക്സാമിന് രക്ഷിക്കാൻ പോകും. അപ്പൊ ഇവിടെ നമുക്ക് ബെസ്റ്റ് വഴി എന്താണ്? 17 ഗുണം 9 151. ഇതൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ടേബിൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. 17 ടേബിൾ പഠിക്കുന്നത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. 17 9 153 അതിന് 3 ശിഷ്ടം 15. ഈ കാര്യങ്ങളൊക്കെ എവിടെ പഠിക്കുന്നത്? നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ എക്സസൈസിലാണ് പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. നമുക്ക് സമയമുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പഠിച്ചായിരിക്കും പോകുന്നത്. ഇനി 17 ഗുണം 8 136. അത് നമ്മൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ വന്നോളൂ. ഇത് ആ 136 കൂടെ എന്ത് ചെയ്യണം? 15 കൂട്ടണം. 136 കൂടെ 10 കൂട്ടി കണ്ടോ? 136 കൂടെ 15 കൂട്ടണം. അത് ആദ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ എഴുതി കൂട്ടുമായിരിക്കും. എഴുതി കൂട്ടരുത്. 136 കൂടെ 10 കൂട്ടി 146 പിന്നെ 5 കൂട്ടി 151. 151 വീണ്ടും എന്ത് എഴുതി? 1 എഴുതി. ശിഷ്ടം എത്ര തന്നെയാണ്? 15 തന്നെയാണ്. അത് എഴുതി. ഓരോ ഡീറ്റ് വെച്ച് എഴുതും. ലാസ്റ്റ് മാത്രം ടോട്ടൽ എഴുതി കൊടുക്കാം. ഓരോ ഡീറ്റ് മാത്രം എഴുതുക കേട്ടോ. പിന്നെ 17 3 51. 51 15 51 15 51 10 കൂട്ടി 61 65 61 5 66 6611. ഇങ്ങനെ കൂട്ടിയാലും നിങ്ങൾ 3 1 ശിഷ്ടം 1 15 1 16 6 ശിഷ്ടം 1 6613. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 6613 കിട്ടും. 2 സ്റ്റെപ്പിലെ സൊല്യൂഷൻ ആണ് ഇത്. ഒറ്റ ലൈൻ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ലൈൻ കൂടെ വന്നിരുന്നെങ്കിലോ നമുക്ക് പ്രശ്നമില്ല. നമുക്കിവിടെ 8 7 6 3 8 9 ഇൻറ്റു 17. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ചെയ്യും. ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യും, ഒരു നമ്പർ എഴുതും, ശിഷ്ടം എഴുതും. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യും, നമ്പർ എഴുതും, ശിഷ്ടം എഴുതും. പിന്നെ അത് കൂട്ടിയിട്ട് ഇത് മൾട്ടിപ്ലൈ ആയിട്ട് ആ ശിഷ്ടം കൂട്ടും, പിന്നെ ഒരു നമ്പർ എഴുതും. ലാസ്റ്റ് മാത്രം എന്ത് ചെയ്യും? 17 8 136 കൂടെ ലാസ്റ്റ് വരുന്ന ശിഷ്ടം എന്ത് ചെയ്യും? ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ ഇത് ചെയ്യാമോ? 13 28 ഇൻറ്റു 12 24 32 ഇൻറ്റു 7 87 49 25 ഇൻറ്റു എത്ര വേണം? 8 34 28 ഇൻറ്റു 15. ഇതൊക്കെ എനിക്ക് ഹോംവർക്ക് ആയിട്ടൊന്ന് പറഞ്ഞു തരും. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതൊക്കെ എനിക്ക് കമന്റ് ആയിട്ട്, ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ കമന്റ് ആയിട്ട്, ഇവിടെ കമന്റ് ആണ്. കമന്റ് ആയിട്ട് നിങ്ങൾ പറയൂ അടുത്ത ക്ലാസ്സിന് വേണ്ടി. പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അഡീഷന്റെ കാര്യം പഠിച്ചു, കൂട്ടാൻ പഠിച്ചു. അത് കൂട്ടാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു സീക്രട്ട് സ്പീഡ് മാക്സ് തന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് നമ്പേഴ്സ് കൂട്ടാതെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 35 47 38 49 74 ഒക്കെ കൂട്ടണം. നിങ്ങൾ ഇത് കൂട്ടാൻ വേണ്ടി ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുവാണ്. ഇവിടെ 35 ഇങ്ങനെ കൂട്ടുവാണെങ്കിലേ 35 എനിക്ക് എങ്ങനെ എഴുതാം? 30 അധികം 5 തരും. ഇത് 40 അധികം 7 ആണ്. ഇത് 30 അധികം 8 ആണ്. ഇത് 40 അധികം 9 ആണ്. ഇത് 70 അധികം 4. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 30 40 ഇത് കൂട്ടുന്നതായിരിക്കും എളുപ്പം. 30 40 30 40 പിന്നെ 30 പിന്നെ 40 പിന്നെ 70. എന്ത് ചെയ്യാം? ഒന്നെങ്കിലും 30 40 70 100 140 210 അങ്ങനെ കൂട്ടാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ യൂണിറ്റ് ഇട്ട് 3 4 7 10 14 21 പിന്നെ ഒരു 0 ഇട്ട് കൊടുത്താൽ 210 അവിടെ വന്നു. ബാക്കിയുള്ളത് 5 12 20 29 33.
ഇതൊക്കെ കൂട്ടാൻ പറ്റും സ്പീഡിലാണ്. 7 5 5 7 12 12 തൊട്ട് 20 29 29 29 4 33. ഇതിലൂടെ 33 കൂട്ടുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 243. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താക്കണം? സ്പീഡാക്കണം. ഈ ഒരു പ്രോസസ്സിനെ സ്പീഡാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഞാനിവിടെ നമ്പർ അതേപോലെ എഴുതാണ്. 35 47 38 49 74. കൂട്ടുന്നതിൻ്റെ ഒരു എളുപ്പവഴി പറഞ്ഞു. നിങ്ങൾക്ക് യൂണിറ്റ് മാത്രം കൂട്ടാം, അല്ലാതെ തുടക്കം മാത്രം കൂട്ടാം. 3 7 10 14 21 21 210 21 ഒരു 0 210. പിന്നെ 12 20 29 33. ഇവിടെ 33 കൂട്ടാൻ എത്ര വരും? 243. നിങ്ങൾക്ക് പേന എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി വലിയ നമ്പേഴ്സ് ഒക്കെ വന്നാലോ നിങ്ങൾക്ക് ഇപ്പോൾ കൂട്ടാനൂടെ ഹോംവർക്ക് ആയി. ഇപ്പോൾ 1234 230 374 432 1284 2347 84. ഇങ്ങനെയൊക്കെ നമ്പർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും യൂണിറ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഇത് 1000-ൻ്റെയാണ്. 1 2 4 പിന്നെ എത്ര? 4 0. ബാക്കിയുള്ളടത്ത് ഇത് 1000, ഇവിടെ 1000, ഇവിടെ 2000. ഇപ്പൊ എത്ര വന്നു? 4000. ഇപ്പൊ 3 0, ബാക്കി 3 എണ്ണം ഉണ്ട്. അപ്പൊ 4 കഴിഞ്ഞിട്ട് 3 0 4000. അതിന്റെ കൂടെ ഇനി അടുത്ത കൂട്ടാം 2 4 7 11 കണ്ടെങ്കിൽ ഇത് കൂട്ടണം. 2 2 കൂടെ 2 കൂട്ടി 4. അങ്ങനെ പറയത് 2 4 7 11 13 16. 16 കഴിഞ്ഞിട്ട് എത്ര 0? 2 0 1600. പിന്നെ അടുത്ത 3 6 13 16 24 28 34. ഇങ്ങനെ 36. ഇങ്ങനെ 360. ഒരു 0 കൂടെ 36 പിന്നെ ഒരു 0. പിന്നെ 4 8 10 14 21 25. 25 കൂടെ എന്ത് ചെയ്യുന്നു? ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾ കൂട്ടുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടാം. 60 25 85 40 56 3 59 85. അല്ലാതെ ഇങ്ങനെ ഓരോന്നായിട്ട് 4 4 8 10 8 10 14 21 25 5 ശിഷ്ടം 2 3 2 5 8 15 18 20 26 30 38 8 ശിഷ്ടം 3 3 2 5 7 10 14 16 19 19 9 ശിഷ്ടം 1 1 2 4 1 5. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നു ഇതാണ് എളുപ്പം തോന്നും. അതിപ്പോ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചു വന്ന രീതി കൊണ്ടാണ്, ചെയ്തു വന്ന രീതി കൊണ്ട് ചിലപ്പോൾ തോന്നും ഇങ്ങനെ കൂട്ടി എഴുതിയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് നമ്മുടെ ടോപ്പിക്കുകളൊക്കെ തുടങ്ങുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് 4000 1600 ഡയറക്റ്റ് വേണമെങ്കിൽ ഈ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. അപ്പൊ അത് ഫാസ്റ്റ് ആവുന്നത് നിങ്ങളുടെ എത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ട്, എത്രത്തോളം നിങ്ങൾ അതിൽ സെറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ച്. അതാണ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ഇതാണ് ബേസ്. LCM വെച്ച് കൂടി എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ ബേസും നമ്മൾ പഠിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 കൂടെ തരട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്പർ റാൻഡമായിട്ട് എഴുതുന്നുണ്ട്. 23 47 56 48 34 1 12 200 304 1347 8 2 1 3 4 3 5. ഇത് ഇത്രയും കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് കമന്റ് ആയിട്ട് പറയും. ചെറിയ ചെറിയ നമ്പേഴ്സാണ്. അപ്പൊ ഇത് ഇതേപോലെ ഒന്ന് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് എഴുതി നിങ്ങളുടെ നമ്പേഴ്സുമായിട്ടുള്ള പരിചയം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മൾട്ടിപ്ലിക്കേഷനും നോക്കി, സിംഗിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു, അതുപോലെ കൂട്ടാൻ പഠിച്ചു. ഇനി സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. സബ്ട്രാക്ഷൻ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് എടുത്താൽ ഡിവിഷൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴേ കടക്കാരൊക്കെ നമുക്ക് പെട്ടെന്ന് ബാക്കിയൊക്കെ തരും. അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ടർമാരൊക്കെ നമുക്ക് പെട്ടെന്ന് ബാക്കി തരും. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറി 100 രൂപ കൊടുത്തു, എനിക്ക് 37 രൂപയായുള്ളൂ. ബാക്കി അവരെന്ത് ചെയ്യും? അവരൊന്നും ആലോചിക്കത്തില്ല. അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തരും. 100-ൽ നിന്ന് 37 കുറയ്ക്കാൻ നമ്മളൊന്ന് ആലോചിക്കും. 100-ൽ നിന്ന് 30 പോയി, അതായത് നമ്മൾ 80 രൂപ കൊടുത്തു. 100-ൽ നിന്ന് 37 കുറയ്ക്കാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ 85 രൂപ കൊടുത്തു. ഒരു ബസ്സിൽ കയറി ഞാൻ 85 രൂപ കൊടുത്തു. ഒരു പ്രാക്ടിക്കൽ ഒരു എന്താ 85 കൊടുക്കുക, നമ്മൾ 80 കൊടുക്കുള്ളൂ. 85 കൊടുത്തെന്ന് വെച്ചു, എനിക്ക് ടിക്കറ്റ് 27 രൂപയാകും. അപ്പൊ ബാക്കി എങ്ങനെ പെട്ടെന്ന് തരും? അപ്പൊ നമ്മൾ കുറയ്ക്കുന്നത് 85-ൽ നിന്ന് 27 കുറയ്ക്കും. 85-ൽ നിന്ന് ആദ്യം 20 കുറയ്ക്കും, 65, പിന്നെ 7 കുറയ്ക്കും. ഓക്കെ, യെസ്, 7 കുറയ്ക്കും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത് എന്തായിരിക്കും? ഇതിന്റെ കൂടെ ചെറിയ വാല്യൂവിൽ നിന്ന് എന്ത് ചെയ്യും? എത്ര കൂട്ടിയാൽ 85 കിട്ടും. അപ്പൊ 27-ന്റെ കൂടെ ഒരു 50 കൂട്ടിയാൽ 77 കിട്ടും. പിന്നെ ഒരു 8 കൂടെ വേണം, 58 രൂപ എന്ത് ചെയ്യും? നമുക്ക് ബാക്കി കിട്ടും. എപ്പോഴും സബ്ട്രാക്ഷൻ. ഇപ്പൊ ഇവിടെ 37 രൂപ ആയി, കടയിൽ 100 രൂപ കൊടുത്തു, 37 രൂപ ആയെങ്കിൽ കടക്കാരൻ എന്ത് ചെയ്യും? 3 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 3 ആദ്യമേ നമ്മുടെ കയ്യിൽ തരും. അപ്പൊ 40 ആയി. പിന്നെ എത്രയും കൂടെ വേണം? 100 ആവാൻ 60 കൂടെ വേണം. അപ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സിൽ ആഡ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അല്ലെങ്കിൽ ഒരു സാധനം കൂട്ടാനുള്ളതാണ് കുറയ്ക്കാനുള്ള സ്പീഡിനേക്കാളും കൂടുതൽ. ഒരു സാധനം കൂട്ടി പറയാനാണ് നമുക്ക് എളുപ്പം.
ഇപ്പൊ സബ്ട്രാക്ഷന്റെ കേസിൽ ഞാനിപ്പോ ഇവിടെ 121 നിന്നും 84 കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 121 84 കുറയ്ക്കാൻ ചിലർ ചെയ്യുന്നെങ്കിൽ 121 മൈനസ് 54 ഈ ഒരു മെത്തേഡ് നിർത്തിക്കൂടും. 1 4 പോകത്തില്ല. ഇവിടെ നിന്ന് കട കൊടുത്തു 11 4 പോയാൽ 7. ഇവിടെ എന്തായി? 1 ആയി. പിന്നെ 1 ഇങ്ങോട്ട് കൊടുത്തു 11 8 3. ഇവിടെ 0 37. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ സമയം എന്ത് ചെയ്യത്തുള്ളൂ? വേസ്റ്റ് ആകത്തുള്ളൂ. ഇത് PSC പഠിക്കുന്നവർക്കും ഉപയോഗിക്കും. ഇവിടെ എന്താ ചെയ്യണ്ടേ? 121 84 കുറയ്ക്കാൻ 121 അത് 80 കുറച്ചു, അങ്ങനെയല്ല ചെയ്യേണ്ടത്. 84 എന്ത് കൂട്ടിയാൽ 121 വരും. കാര്യം ഓൾറെഡി നമ്മൾ അഡീഷൻ എന്ത് ചെയ്യുന്നതാണ്? ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇവിടെ 84 എന്ത് കൂട്ടാൻ നമുക്ക്? 16 കൂട്ടിക്കഴിഞ്ഞാൽ 100 ആവും. പിന്നെ എത്രയും കൂടെ വേണം? 21 വേണം. 16 21 എത്രയാണ്? 37. കാര്യം നമുക്ക് കൂട്ടാനുള്ള കഴിവ് നമ്മളിവിടെ നേടിക്കഴിഞ്ഞു. ഈ ഒരു ചെയ്യുന്നതിലൂടെ, ഡെയിലി കാൽക്കുലേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നേടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ 154 നിന്നും 29 കുറയ്ക്കണം. അതേപോലെ 137 നിന്നും 43 കുറയ്ക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 29 എത്ര കൂട്ടിയാൽ 54 കിട്ടും. 100 പോണ്ട, 57 കിട്ടും. 29 20 കൂട്ടിയാൽ 49, പിന്നെ ഒരു 5 25 കൂട്ടിയാൽ എന്ത് കിട്ടും? 57 കിട്ടും. അത് നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ ചെയ്യുന്നതിലൂടെ കിട്ടിക്കോളും. അപ്പൊ വെറും 57, പിന്നെ എന്ത് വേണം? ഒരു 100 വെച്ച് കൊടുത്താൽ 125 കിട്ടും. ഇനി 41 എത്ര കൂട്ടിയാൽ? ഇവിടെ 137 ആണ്. അപ്പൊ 41 എത്ര കൂട്ടിയാൽ 137 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 41 7 കൂട്ടിയാൽ 50, പിന്നെ ഒരു 50 കൂട്ടിയാൽ 57 കൂട്ടിയാൽ 7 കൂട്ടിയാൽ 50, പിന്നെ ഒരു 50 അതാകുമ്പോൾ എന്താവും? 100 ആവും. അപ്പൊ 57 കൂട്ടിയാൽ 100 ആയി. പിന്നെ എത്ര ഉണ്ട്? 37. 57 37 87 90. ഇത് ആദ്യം കാണുമ്പോൾ ചിലവർക്ക് തോന്നും ഇത് വലിയ പ്രയാസമാണെന്ന്. എന്തുകൊണ്ടാണ്? ഏത് കാര്യവും ഇനിഷ്യൽ കാണുമ്പോൾ, നിങ്ങൾ പുതിയൊരു കാര്യം കാണുമ്പോൾ അത് പ്രയാസമായിട്ട് തന്നെ തോന്നും. അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള വഴിയില്ല. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതിനൊരു സ്പീഡുണ്ട്. നമ്മൾ ഈ ഒരു സാധനം ഇതിനൊരു സ്പീഡുണ്ട്. അത് എന്തായാലും എത്ര നിങ്ങൾ സ്പീഡ് ചെയ്താലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇതിന് ലിമിറ്റ് ഇല്ല. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഫാസ്റ്റ് ആകാൻ പറ്റും, ഇൻട്രസ്റ്റിംഗ് ആകാൻ പറ്റും. ഇതൊന്നും വലിയ ബാലികേറ മലയൊന്നും അല്ല. പ്രാക്ടീസ് ചെയ്താൽ സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണോ അതെല്ലാം എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റാക്കും. അങ്ങനെ സെറ്റ് ആയിട്ട് എന്ത് ചെയ്തുള്ളൂ? ടോപ്പിക്കിലോട്ട് കയറത്തുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ എല്ലാ എക്സാമുകൾക്കും പഠിക്കുന്നവർക്കും എന്ത് ചെയ്യാം? ഈ ആദ്യത്തെ ക്ലാസ്സുകൾ ഉപയോഗിക്കാം. എല്ലാ ക്ലാസ്സിലും ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. ഈ ഒരു കാൽക്കുലേഷൻ സ്പീഡിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു, ആ ഒരു ക്ലാസ് കണ്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഡീറ്റെയിൽ സമ്മിന്റെ വീഡിയോ ഇപ്പോൾ കാണണ്ട, ക്ലാസ് കുറച്ച് ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവർക്കും ഇത് എത്തിക്കാം. മാക്സിമം നിങ്ങൾ കൂടുതൽ പേര് കാണുന്നുണ്ട് എന്ന് അറിയുവാണെങ്കിൽ, ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ റെസ്പോൺസ് കുറവായതുകൊണ്ടാണ് ക്ലാസ്സുകൾ കൂടുതൽ വരാത്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നന്നായിട്ട് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ക്ലാസ്സുകൾ റെഗുലറായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് ചെയ്യാം. ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.